കാസർഗോഡ് നഗരത്തിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ പ്രകൃതി രമണീയവും ഗ്രാമീണ വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന കാലിച്ചാമരം എന്ന കൊച്ചു ഗ്രാമം. തേജസ്വിനി പുഴയും പുഴയോരത്തെ ചെറുവയലുകളും മലനിരകളും ദൃശ്യവിസ്മയത്താൽ കണ്ണിന് കുളിർമയേകും. തെയ്യങ്ങളുടെയും തോറ്റംപാട്ടുകളുടെയും പ്രതിധ്വനികൾ അലയടിക്കുന്നു. നാട്ടറിവുകളും നാട്ടുനന്മകളും മായാതെ കാത്തുസൂക്ഷിക്കുന്നു കാലിച്ചാമരമെന്ന അതിമനോഹര ഗ്രാമം. പച്ച പുതച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന അതിമനോഹരമായ ഇടവഴികളിലൂടെ കാട്ടുവള്ളികൾ വകഞ്ഞു മാറ്റി ഞങ്ങൾ നടന്നിറങ്ങി. ഉദ്ദേശം ഒന്നു മാത്രം, കൺപീലികൾ ഒന്ന് ചിമ്മിത്തുറക്കുവാൻ പോലും സമയം കളയുവാൻ നാം ഇഷ്ടപ്പെടാത്ത അത്ഭുത കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഇവിടെ ഒരു യുവ കലാകാരനും കലാകാരി. ഇത് നിവിൻ കൃഷ്ണനും റോഷിബയും. കാലിച്ചാമരമെന്ന ഗ്രാമത്തിലേക്ക് ലോക ശ്രദ്ധയെ തന്നെ തിരിക്കുവാൻ കെൽപ്പുള്ളവരാണ് ഇവർ എന്ന് ഞങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കി. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും 2005-2009 കാലയളവിൽ ചിത്രകലയിൽ ബിരുദവും 2010-2013 കാലയളവിൽ കൽക്കട്ട വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും രണ്ടുപേരും പൂർത്തിയാക്കി. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മജി, വിവേകാനന്ദ സ്വാമികൾ, ഓഷോ രജനീഷ് എന്നീ മഹത് വ്യക്തിത്വങ്ങളിൽ നിന്നും പ്രചോദനവും ഉൾപ്രേരണയും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ തത്വചിന്തകൾ, കലാ സാംസ്കാരിക മൂല്യങ്ങൾ, പ്രകൃതി ജീവനം, യോഗ, ധ്യാനം, പ്രകൃതി സംരക്ഷണം, പ്രകൃതി കൃഷി തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കുവാനായി രണ്ടുപേരും കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി അനാഹത എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ഇവർ തയ്യാറാക്കി വരുന്നു. കഴിഞ്ഞ 7-8 വർഷമായി ചിത്രകലയിൽ പഠനവും ഉപരിപഠനവും നടത്തുന്നു. അപ്പോൾ അത് തിരുവനന്തപുരത്തും പിന്നെ കൽക്കട്ടയിലെ ശാന്തിനികേതൻ വിശ്വഭാരതിയിലാണ്. അപ്പോൾ വിശ്വഭാരതിയിൽ പഠനത്തിൻ്റെ ഇടയിലാണ് ശരിക്കും ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥം ഒരു കാഴ്ചപ്പാടുണ്ടായത്. ടാഗോറിൻ്റെ വേറെ വലിയൊരു ആശയം അത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് പ്രകൃതി നേരിട്ട് അനുഭവിച്ച പ്രശ്നങ്ങളാണെങ്കിലും അല്ല സൊസൈറ്റിക്കകത്ത് സ്ത്രീ പുരുഷന്മാർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായ ഒരു വലിയൊരു എയിം എന്ന് പറയുന്നത് നാട്ടിലേക്ക് ഇതിന് എത്തിയ ശേഷമാണ് നമ്മുടെ കേരളത്തിൻ്റെതായ പല പാരമ്പര്യ അറിവുകളും നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കാൻ വരും. അപ്പോൾ അതിൽ നമ്മൾ കിട്ടിയ വലിയൊരു അറിവ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള തന്നെയാണ്. അതിൽ ഭാരതീയ യോഗാശാസ്ത്ര പ്രകാരം പൊതുവെ ഒരു എനർജി പറയുന്നുണ്ട്. അതിന് കുണ്ടലിനി എനർജി എന്നാണ് പറയുക. ചരിത്രാതീത കാലം മുതലുള്ള കലയുടെ വികാസ പരിണാമം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി കാലിച്ചാമരത്തിൽ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് ഇവർ.
കലയും സാംസ്കാരിക മൂല്യങ്ങളും ആധുനിക യുഗത്തിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമവും ഗ്രാമീണ വിശുദ്ധിയും വിട്ടകന്ന് ഇതിൻ്റെ യുവത്വം നഗരങ്ങളുടെ അശാന്തതയിലേക്ക് ചേക്കേറുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ശ്വസിക്കുന്ന വായുവിലും വിഷം കലർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നില തുടർന്നാൽ വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രകൃതിയിലും പ്രകൃതിയുടെ സ്പന്ദനങ്ങളിലും അവാച്യമായ അനുഭൂതിയും ആനന്ദവും കണ്ടെത്തി ഉപാസനയായി കൊണ്ടു നടക്കുന്ന ചിത്രകലയോടൊപ്പം തന്നെ പ്രകൃതി ജീവനവും പ്രകൃതി കൃഷിയും ധ്യാന രീതികളും ജീവിത ലക്ഷ്യമായി കണ്ട് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു കലാസാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം, ഇതാണ് ഇവരുടെ സ്വപ്നം. ഉദ്ദീപിപ്പിക്കാൻ ഞങ്ങൾ പ്രാണായാമത്തിലൂടെയും പിന്നെ കലയിലൂടെയും പിന്നെ മ്യൂസിക്കിലൂടെയൊക്കെ ഇതിനെ ഉദ്ദീപിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് ചിത്രകലയിലൂടെയും ശില്പകല കലയിലെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പിന്നെ 4ാമത്തെ സ്റ്റേജായ അനാഹതയാണ് അനന്തമായി കിടക്കുന്ന അവസ്ഥയാണത്. അപ്പം അതിലേക്ക് എത്തിച്ചേരാനുള്ള ഞങ്ങളുടെ വഴി വെച്ച് കഴിഞ്ഞാൽ ചിത്രകലയിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞത്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടിയും ഏതെങ്കിലും ഒരു ഉപാസന കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അനാഹതയിലേക്ക് എത്താം എന്നുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ എക്സിബിഷനിലൂടെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ മനുഷ്യർക്ക് അനാഹതയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം അതിന് ശേഷമുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധാരണക്കാരിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് മാത്രമേ അതിനപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം സാധാരണക്കാരൻ അനാഹതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വേ ആണ് കാണിച്ചു കൊടുക്കുക. ഇവരുടെ ചിത്രങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ മാസ്മരീക ദൃശ്യഭംഗിയുടെ നിറസാന്നിധ്യങ്ങളാണ്. വർണ്ണവിസ്മയങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുമ്പോൾ നാം നമ്മെ തന്നെ മറന്ന് അനിയന്ത്രിതവും അനിർവചനീയവുമായ അനുഭൂതി കൈവരുന്നു. ഇത് പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഒരവബോധം നമുക്ക് പ്രദാനം ചെയ്യുന്നു. നിലവിൽ കാലിച്ചാമരത്തുള്ള ഗുഹാക്ഷേത്രം നിർമ്മിക്കുമ്പോൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ചരിത്രാതീത കാലം മുതൽക്കുള്ള കലയുടെ ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന പ്രാചീന ഗുഹാചിത്രങ്ങളിൽ നിന്നും ശില്പങ്ങളിൽ നിന്നുമൊക്കെയാണ്. ഇന്ന് അതിനൂതന സാങ്കേതിക വിദ്യയാൽ സമ്പന്നമായിരിക്കുന്ന നമ്മുടെ ദൃശ്യകലയുടെ തുടക്കം ഇത്തരത്തിലുള്ള ഗുഹകളിൽ നിന്നും ഗുഹാചിത്രങ്ങളിൽ നിന്നുമാണെന്നുള്ള അറിവ് സമൂഹവുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഏകദേശം 1 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഇതിൻ്റെ രൂപീകരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം, കലാചരിത്രം തുടങ്ങുന്നത് ഈ പ്രീ ഹിസ്റ്ററി പീരീഡ് മുതൽ നമ്മൾക്ക് കിട്ടിയ അറിവ് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ശില്പങ്ങളിൽ നിന്നൊക്കെയാണ് എവിഡൻസ്. അപ്പോൾ ആ സമയത്തുള്ള സംസ്കാരം, ചരിത്രം, കല, അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2013 ജൂണിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലൊരു ധ്യാന രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊരു സ്ഥലമായിട്ട് ഇത് കാണാം. പരിസരത്ത് നിന്ന് കുട്ടികളൊക്കെ വരും കാണാൻ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുമായിരുന്നു കുട്ടികളൊക്കെ. അതൊരു രസമുള്ള അനുഭവമാണ്. അപ്പോൾ അത് പുറത്ത് എക്സിബിറ്റൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റിങ്സ് ഇതൊരു വീഡിയോ ആർട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഒരു പദ്ധതിയുണ്ട്. കലാപരമായ ഭാഷയിലൂടെ ഇതിനെ പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പ്രതിഷ്ഠാപന കല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ഒരു അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഗുഹ ചെയ്തത്. അപ്പോൾ മെട്രോ സിറ്റിയിലൊന്നും പോയിട്ട് നമുക്ക് ഈ ഗുഹ ചെയ്തിട്ട് സക്സസ് ആവണമെന്നല്ല, ഇത് ഈ ഒരു അന്തരീക്ഷം കിട്ടൂല. അപ്പോൾ ഉള്ളോട്ട് ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ചെയ്യുമ്പോൾ നല്ലൊരു. അനാഹത എന്നാൽ
ഭാരതീയ യോഗശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന 7 ഊർജ കേന്ദ്രങ്ങളിൽ 4-മത്തേതാണ്. മറ്റുള്ളവ യഥാക്രമം ഇങ്ങനെ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ എന്നിവയാണ് ഇവ. ഈ ഓരോ ചക്രങ്ങൾക്കും അതിൻ്റേതായ ഗുണവിശേഷണങ്ങളും ഉണ്ട്. അപ്പം അതിൽ പൊതുവെ മനുഷ്യ ശരീരത്തിന് 7ഓളം ദിവ്യ സ്ഥലങ്ങളുണ്ട് എന്നാണ്, 7 സ്പോട്ടുകളുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അസാമാന്യമായ കുറച്ച് കാഴ്ചപ്പാടെത്തുന്നുള്ളത്. അപ്പം അതിൽ നിന്നുകൊണ്ടാണ് പിന്നീടുള്ള ബാക്കിയുള്ള വർക്കുകളൊക്കെ വരുന്നത്. ചിത്രത്തിലൂടെ ആണെങ്കിലും മറ്റുള്ള ശില്പകാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ രീതിയിൽ പറഞ്ഞാൽ 4-മത്തെ അവസ്ഥ വെച്ചാൽ ഇത് 7 സ്റ്റേജ് ഉണ്ട്. അതിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെയാണ് ശരീരത്തിലുള്ള 7 എനർജികൾ. അതിൽ നമ്മൾ 4-മത്തെ എനർജിയായ അനാഹതയെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അനാഹതയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അത് അനാഹത എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് അവസാനമില്ലാത്തതാണ്. അവസാനമില്ലാത്തതാണ്. അപ്പം അത് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ അത് ആസ്വാദനം എന്നുള്ള സ്റ്റേജിൽ നമ്മൾ സൊസൈറ്റിയെ ഇങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത്. പ്രകൃതിക്ക് ചൂഷണത്തിനെതിരെയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ. പിന്നീട് നമ്മുടെ സൊസൈറ്റി ഇല്ലാത്തൊരു പ്രശ്നം വെച്ചാൽ സ്ത്രീകളായിട്ട് വേറൊരു ഗ്രൂപ്പായിട്ടും പുരുഷന്മാരായിട്ട് ഡിവൈഡ് ആയിട്ടുള്ള ഒരു ഭരണ പരിഷ്കാരമൊക്കെയാണ്. ഇപ്പം സ്ത്രീകളുടെ സംഘടനകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ സംഘടന. അപ്പോൾ അതിൽ നിന്ന് വിട്ടിട്ട് ഒരു പ്രകൃതി പുരുഷ സമയം, സ്ത്രീ പുരുഷ സമയം കൂട്ടായ്മയിലുള്ള പ്രവർത്തനമാണ് ശരിക്കും പ്രകൃതിക്ക് ആവശ്യം. അതുണ്ടെങ്കിൽ നമുക്ക് സായിയായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തിയിലൂടെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ശരിക്കുള്ളത്. ഗുരുമുഖത്തു നിന്നോ സ്വപ്രയത്നത്താലോ ഇവയെ ഉദ്ദീപിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അളവറ്റ ആനന്ദം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഈ യോഗശാസ്ത്ര പ്രകാരം ഇപ്പം രാജയോഗം അല്ലെങ്കിൽ പതഞ്ജലി യോഗ പ്രകാരം ഈ എനർജി സ്ഥിതി ചെയ്യുന്നത് നട്ടലിനകത്താണ്, സുഷുമ്ന നാഡിയിലാണ് ഇതുള്ളത്. അത് മൂലാധാരം എന്ന് പറഞ്ഞാൽ ബാക്ക് ബോണ്ട് എൻഡിലായിട്ട് വരും, നട്ടൽ എൻഡിലായിട്ട് വരും. അതിന് തൊട്ട് മുകളിലായിട്ട് സ്വാധിഷ്ഠാനം, പിന്നെ കുറച്ച് മുകളിൽ മണിപൂരകം, പിന്നീട് അനാഹത, വിശുദ്ധി, ആജ്ഞ. അതൊക്കെ ഒരു ഇതിൽ തന്നെ ഉപവസിക്കുന്ന ഒരു മഹാന്മാർക്ക് ശരിക്കും അതിലേക്ക് എത്താൻ പറ്റും. സാധാരണ മനുഷ്യർക്ക് ഇത് പ്രാക്ടീസ് കഴിഞ്ഞ് എത്താൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് അനാഹത എന്ന് പറയുന്നത്. അവിടെ കൂടുതലായിട്ടും ഒരു ആസ്വാദനം കാര്യം പ്രകൃതിയെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തിയോടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാഴ്ച. അനാഹത പ്രതിനിധാനം ചെയ്യുന്നത് അനന്തതയെയാണ്, അവസാനമില്ലാത്തത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആദ്യ 3 ചക്രങ്ങൾ ഭൗതികമായ സിദ്ധികളെ കാണിക്കുമ്പോൾ അനാഹതം അതിൽ ആത്മീയ വശങ്ങൾ ഉണർത്തുന്നു. ആദ്യ 3 ചക്രങ്ങൾ വികാരപ്രധാനമാണെങ്കിൽ അനാഹതം വിചാരപ്രധാനമാണ്. ഈശ്വര തത്വത്തെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് രൂപപ്പെടുത്തുവാനുള്ള കഴിവ് അനാഹതത്തിനുണ്ട് എന്നും ഇവർ പറയുന്നു. കുണ്ടലിനി എനർജിയുടെ 4-മത്തെ സ്റ്റേജാണ് അനാഹത. അപ്പോൾ 1-മത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ മൂലാധാരം. അവിടെ വെച്ചിട്ടാണ് കുണ്ടലിനി സുഷുമ്ന നാഡി, നട്ടലിൻ്റെ അടിവശത്ത് സുഷുമ്ന നാഡിയുടെ താഴെ വശത്താണ് ഈ മൂലാധാരം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മണിപൂരകം, സ്വാധിഷ്ഠാനത്തിന് മുകളിലായിട്ട് മണിപൂരകം. 3-മത്തെ സ്റ്റേജിലേക്കായി കുണ്ടലിനി എനർജി പിന്നെ ഈ പ്രാണായാമം യോഗയിലൂടെയൊക്കെ ഉദ്ദീപിച്ചെടുക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ യോഗ പ്രാണായാമമൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു 7 ആധാര ചക്രങ്ങളുടെയും ബാലൻസിംഗ് നടക്കുന്നത് അനാഹതത്തിലാണ്. ഈ ചക്രം മനുഷ്യനെ ദേവനാക്കുന്നു. അപാരമായ ആശയങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ കണ്ടുപിടുത്തങ്ങളും ആശ്ചര്യം നിറഞ്ഞ ജീവിത രീതികളും അനാഹതത്തിന്റെ മാത്രം സംഭാവനയാണ് എന്നും ഇവർ അടിവരയിട്ട് പറയുന്നു. ഭാരതം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള ദർശനങ്ങൾ നിരവധിയാണ്. ഭൗതികവും ആത്മീയവുമായ അറിവുകളാൽ അവ ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. പെർമനൻ്റ് ആയിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്ത് അങ്ങോട്ട് നീക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അങ്ങനെയൊന്നും പറ്റാതെ സ്ഥായിയായിട്ടൊരു സ്ഥലത്ത്
ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് വളരെ റിമോട്ട് ഏരിയയാണ്, ആൾക്കാർ കുറവാണെങ്കിലും സംതിങ് സ്പെഷ്യൽ കലാപരമായിട്ടുള്ളൊരു സൃഷ്ടി കാണുമ്പോൾ ചെറിയൊരു അനക്കം ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ശ്രദ്ധ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു കൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായി ഈ കോഴ്സിന് ശേഷം, മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം യോഗ ശാസ്ത്രപ്രകാരമുള്ള കുണ്ടലിനി എനർജീനെ കുറിച്ച് പഠിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു 4ാമത്തെ സ്റ്റേജ് അനാഹത എന്നുള്ളൊരു സ്റ്റേജിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അറിവുകളിൽ പ്രഥമ സ്ഥാനമാണ് യോഗാശാസ്ത്രത്തിനുള്ളത്. യോഗശാസ്ത്ര പ്രകാരം പ്രകൃതിയിൽ അനുപമമായ ഒരു ഊർജ സ്രോതസ് നിലനിൽക്കുന്നു. അതിനെ കുണ്ടലിനി എനർജി എന്നാണ് പറയുന്നത്. നിരവധി ഉപാസനാ രീതികളിലൂടെ ഈ എനർജിയെ നമുക്ക് സ്വാധീനിച്ച് കൈപ്പിടിയിലാക്കുവാൻ സാധിക്കും എന്ന് ഇവർ പറയും. അതിൽ പ്രധാനപ്പെട്ടവ പ്രാണായാമ ഉപാസന, മന്ത്രോപാസന, യന്ത്രോപാസന, പഞ്ചകോശോപാസന, പഞ്ചമകാരോപാസന, ക്ഷേത്രോപാസന, യോഗോപാസന, സംഗീതോപാസന തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ ഗുരുമുഖത്തു നിന്നോ സ്വപ്രയത്നത്താലോ ഈ ശക്തി സ്രോതസ്സിനെ തിരിച്ചറിഞ്ഞ് സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഓരോ മനുഷ്യജന്മവും പൂർണ്ണത കൈവരിക്കുന്നത് എന്ന് ഇവർ ശക്തമായി വിശ്വസിക്കുന്നു. ഇവരുടെ വിശ്വാസത്തെ നമുക്ക് ആശംസകളോടെ തന്നെ വരവേൽക്കാം. ഇവരുടെ വിശ്വാസ സംഹിതകളും കാഴ്ചപ്പാടുകളും ലോക നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള സമാധാനത്തിലും സന്തോഷത്തിലും വിസ്മയത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ വരുന്നു.